മോദി സർക്കാരിൻ്റെ ഈ ദ്രോഹത്തെ സംബന്ധിച്ച് തൊഴിലാളികൾ മുഴുവൻ മെയ്യും കയ്യും മറന്ന് പോരാടുമ്പോൾ അതിൽ നിന്ന് ശ്രദ്ധ മാറ്റി സമരമാർഗത്തിലേക്ക് എത്തുന്നു. റോണി കെ ബേബിയും അതേ മാർഗത്തിൽ തന്നെയാണ് നീങ്ങുന്നത്. കേരളത്തിലെ കോൺഗ്രസ് നോക്കൂ, മോദിക്കെതിരെ ഒരു വാക്ക് ഈ 1 മണിക്കൂറിൽ താങ്കൾ മിണ്ടിയിട്ടില്ല. മോദിക്കെതിരെ കേവലം സൂപ്പർഫിഷ്യലായി ഉപരിപ്ലവമായി പറഞ്ഞു പോയതല്ലാതെ. ശ്രീ കെ എൻ ഗോപിനാഥ്, ഈ പറയുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടി കൂടി. അല്ല, അത് റോണിക്ക് ഒരു രസമുണ്ട്. കാരണം ഈ ക്ഷീരമുള്ള അകിടിലാണ് പതുക്കെ നമുക്ക് താല്പര്യം ഉണ്ടാവുക. ഒരു കൊത്തുക ഒരു ചൊറിഞ്ഞ ഒരു കൊതുകിന്റെ സ്വഭാവത്തോടു കൂടി ഇങ്ങനെ ഇടയ്ക്ക് BJP പറയുന്നതിൻ്റെ ഇടയിൽ കേരളത്തെ ഒന്ന് പറഞ്ഞാൽ മതിയല്ലോ. അതാണ് നേരത്തെ പറഞ്ഞത്. കേരളത്തിന്റെ രാഷ്ട്രീയ ബദൽ എന്നുള്ളത് ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ബദലാണ്. അതില്ലാതാക്കാൻ വേണ്ടി ഇവരെല്ലാവരും മത്സരിച്ച് ഒരുമിച്ച് നിൽക്കുകയാണെന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കേരളം എന്ന് പറഞ്ഞ് പറയാമെന്ന്. കേരളത്തിൽ നിർമ്മാണ തൊഴിലാളികളുടെ പ്രശ്നമായിട്ട് പ്രത്യേകം എടുക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതൊക്കെ നമുക്ക് ഒരുമിച്ച് ചർച്ച ചെയ്യാം. ഏതായാലും അതിനെല്ലാം പരിഹാരം ഉണ്ടാക്കാൻ പകുതിയെങ്കിലും ആശ്വാസ നടപടിയിലേക്ക് കേരള ഗവൺമെൻറ്റും മുഖ്യമന്ത്രിയും മാറിയിട്ടുണ്ട്. ഞാൻ അതല്ല പറയുന്നത്. മറ്റൊരു കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കാം. നിശ്ചിതകാല തൊഴിൽ നമ്മൾ ഈ പണിമുടക്കിൻ്റെ ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിലവിലുള്ള തൊഴിലാളികളെ മാത്രമല്ല, തൊഴിലില്ലാത്ത സമൂഹത്തെയാണ് ബാധിക്കുന്നത്. ELI എന്ന് പറഞ്ഞൊരു കേന്ദ്ര സ്കീം കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് രണ്ടും കൂടി ചേർത്ത ആളുകൾ മുഴുവനും ഈ പണിമുടക്കിൽ പ്രതിഷേധത്തിലാണ്, വളരെ വ്യാപകമായി. അതല്ലേ യുവാക്കൾ തൊഴിലില്ലാത്തവർ ഭയങ്കര പ്രശ്നമാണ്. ഫിക്സഡ് ടൈം എംപ്ലോയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇനി മുതൽ 56 വയസ്സോ 60 വയസ്സോ 58 വയസ്സോ വരെ ജോലി ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ ഉള്ള തൊഴിലുകൾ വീതം വയ്ക്കുകയാണ്. പുതിയ തൊഴിലവസരം സൃഷ്ടിക്കുകയല്ല കേന്ദ്രത്തിൻ്റെ പ്ലാൻ. അത് നിയമമാക്കി മാറ്റി ലേബർ കോഡിനകത്ത് സ്റ്റാൻഡിംഗ്. അത് തൊഴിലാളികളെ മാത്രമല്ല, അത് യുവാക്കളടക്കമുള്ള പുതിയ സമൂഹത്തെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി അവർ ഏറ്റെടുക്കുന്നുണ്ട്. ഇനി കേരളത്തിൽ എന്തുകൊണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഇന്ത്യയിലെ മറ്റ് പല സ്റ്റേറ്റുകളെയും ദുർബലമായിട്ടുള്ള സംഘടനാശേഷിയുടെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിച്ച് കേരളം പോലെ മിലിറ്റൻ്റായിട്ട് ഇത്തരം തോന്നിവാസങ്ങളെ പ്രതികരിക്കാനുള്ള ശേഷിയിലേക്ക് മറ്റ് സ്റ്റേറ്റുകളെ മാറ്റണമെന്ന് പറയേണ്ടവരല്ലേ നിങ്ങൾ? കോൺഗ്രസ് ദുർബലമായി പോകേണ്ടടുത്ത് BJP വരുന്നത് എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഇപ്പം കേരളത്തിനകത്ത് അതിനെല്ലാം ഒരു മാറ്റമുണ്ട്, ഒരു ബദലുണ്ട്, ഒരു രാഷ്ട്രീയ പ്രതിരോധം ഉണ്ടെന്ന് പറഞ്ഞാൽ അതുകൂടി തല്ലിക്കെടുത്തിയാൽ കോൺഗ്രസിന് എല്ലാ പരിപാടിയും ശരിയാണ്. കേരളത്തിൽ ഉത്തർപ്രദേശിലെ പോലെ ഇങ്ങനെ ആയാൽ മതി. അങ്ങനെയാണോ? അതാണ്.